ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വായില് വെള്ളം ഊറുണ്ടോ? എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയോളി. കാരക്ക നാരങ്ങ അച്ചാറാണ്. ഇഷ്ടപ്പെടും എല്ലാവർക്കും. അപ്പൊ നമുക്ക് അതിന്റെ റെസിപ്പി നോക്കിയാലോ? അപ്പൊ നമുക്ക് ആദ്യം ഈ ആവശ്യം ആയ സാധനങ്ങൾ ഞങ്ങൾ ഒറ്റയടിക്കൊന്നും ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ. ഞങ്ങൾക്ക് ഓരോന്നായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം കടുക് വേണം. പിന്നെ അച്ചാർ പൊടി വേണം. ഞാനിവിടെ ഈസ്റ്റേൺ എടുത്ത് നിങ്ങൾക്ക് ഏതാണെങ്കിലും എടുക്കാം. പിന്നെ കായപ്പൊടിയാണ്. കായപ്പൊടിയോ കായ കട്ടയായാലും ഏതായാലും മതി. കായം വേണം. പിന്നെ സുർക്ക, വിനാഗിരി എന്നൊക്കെ പറയും. ഞങ്ങളിവിടെ സുർക്ക എന്ന് പറയും. പിന്നെ എള്ളെണ്ണ, നല്ലെണ്ണ എന്നൊക്കെ പറയുന്ന ആ എണ്ണ വേണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് വേണം. പിന്നെ നമ്മൾ ആവശ്യമായ കാരക്കും. പിന്നെ ഞാൻ നാരങ്ങ ഒരു 20 ദിവസത്തോളം ഉപ്പിലിട്ട് വെച്ചാട്ടോ. വലിയ നാരങ്ങ ആയതുകൊണ്ട് അതിന്റെ കയ്പ്പ് മാറാൻ വേണ്ടി ഒന്ന് തിളപ്പിച്ചിട്ട് സുർക്കയും ഒക്കെ കൂടി ഇട്ട് ഉപ്പിലിട്ട് വെച്ച നാരങ്ങയാണ്. അപ്പൊ നമുക്ക് റെസിപ്പി നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം എണ്ണ പാർന്നിട്ട് ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് പാർന്നിട്ടല്ല ഒഴിച്ചിട്ട് ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടി കഴിഞ്ഞിട്ട് നമ്മളെ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഒക്കെ ഒന്ന് ചേർക്കുക. ഒന്ന് ചെറിയൊരു ബ്രൗൺ രൂപത്തിലാകുമ്പോൾ നമുക്ക് നമ്മളെ പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ കായപ്പൊടി, മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളെ അച്ചാർപ്പൊടി. അപ്പൊ നമുക്കിതൊന്ന് ചെറിയൊരു രൂപത്തില വെന്ത് വരുമ്പോൾ നമുക്ക് എന്നിട്ട് വേണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഉപ്പും ഇതൊക്കെ ഇത് എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാര, കാരണം അച്ചാറ് കുറച്ച് കയ്പില്ലാതെക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത ശേഷം നമ്മൾ സുർക്ക, വിനാഗിരി ഒഴിച്ചിട്ട് അതൊന്ന് ഇപ്പൊ കുറച്ച് ഒഴിക്കണുള്ളൂ. കാരണം നമ്മൾ അച്ചാറൊക്കെ റെഡി ആയി നമ്മൾ കുപ്പിക്ക് അച്ചാർ മാറ്റുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സുർക്ക അതിൽ ഒഴിക്കണം കേട്ടോ. ഞാൻ അതിൽ കാണിക്കാൻ വിട്ടു പോയിക്കണ്. അപ്പൊ എല്ലാവരും അതുപോലെ ഒന്ന് ചെയ്യണേ. അപ്പൊ നമുക്ക് അത് വിനാഗിരി ഒഴിച്ചൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ കാരക്ക ഇട്ടിട്ട് അതൊന്ന് കുറുകി വന്നാൽ നമ്മൾ നാരങ്ങ ഇട്ടാൽ നമ്മൾ അച്ചാർ ഇവിടെ റെഡിയാവും. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് രൂപത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയോ ഇല്ലേ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് അഭിപ്രായം പറയാം. അപ്പൊ എല്ലാവർക്കും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത്